Good morning, my dears. Today our topic law of production. Law of production, what is meant by production? Conversion of input into output, that is called as production. The functional relationship between input and output is called as production function. Then next one is law of production. Production function shows the relationship between input and output. The law of production shows the relationship between additional input and additional output. സാധാരണ രീതിയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡീഷണൽ ഇൻപുട്ട് ആൻഡ് അഡീഷണൽ ഔട്ട്പുട്ട്. ദ ലോ ഓഫ് പ്രൊഡക്ഷൻ കൺസിസ്റ്റ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, ദെൻ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ രണ്ട് തരത്തിലാണ് നമുക്ക് ലോ ഓഫ് പ്രൊഡക്ഷനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഒന്ന് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, then next one is law of returns to scale. In short run, output can be increased by using more of the variable factor while fixed factors are kept constant. This refers to the law of variable proportion. In the long run, output can be increased by changing all factors of production. This is because of all factors of production are variable in the long run. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് അറിയേണ്ടു. ലോ ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു, ദറ്റ് ഈസ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ യൂസിങ് മോർ ഓഫ് ദ വേരിയബിൾ ഫാക്ടേഴ്സ്. അതായത് ഇൻപുട്ടിലെ ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ് ബൈ യൂസിങ് മോർ ഓഫ് ദ വേരിയബിൾ ഫാക്ടേഴ്സ്. ഷോർട്ട് റണ്ണിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് വേരിയബിൾ എങ്കിലും ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ലോങ് റണ്ണിൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല. ലോങ് റണ്ണിലാണെങ്കിൽ എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിളാണ്. ഇതാണ് പ്രത്യേകത. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ പഠിക്കുന്നത് ഏതാ? നമ്മൾ പഠിക്കുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്നുള്ള പേരിലും അറിയപ്പെടും. അപ്പോൾ then ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെന്താ പഠിക്കുക? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് നമ്മൾ പറയാം. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിലെ നമുക്ക് നോക്കാം. ലോ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ലോ ഓഫ് വേരിയബിൾ ഇനി ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്തെന്ന് പറയാറുള്ളത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇതിനെന്തെന്ന് പറയും? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ നമുക്ക് രണ്ട് തരത്തിലുള്ള ലോ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഷോർട്ട് റണ്ണും അതുപോലെ തന്നെ ലോങ് റണ്ണും. അപ്പോൾ ഷോർട്ട് റണ്ണിലാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. എന്താ നോക്കാം? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് നോക്കാം. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് ദ മോഡേൺ അപ്രോച്ച് ടു ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ദിസ് ലോ വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ സർ എഡ്വേർഡ് വെസ്റ്റ്, ഫ്രഞ്ച് എക്കണോമിസ്റ്റ്, ആദം സ്മിത്ത്, റിക്കാർഡോ മാത്യൂസ്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, അസോസിയേറ്റഡ് ദിസ് ലോ വിത്ത് അഗ്രികൾച്ചർ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ട് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കുന്നത്. Law of variable proportion shows the input-output relationship or production function with one input factor variable while keeping other input factors are constant. Then അതിൻ്റെ എക്സ്പ്ലനേഷൻ വ്യക്തമായിട്ട് പറയാം. The law of variable proportion states that if one factor is used more and more, keeping the other factors are constant, total output will increase at an increasing rate in the beginning and then diminishing rate and eventually decreases absolutely. എഴുതി വയ്ക്കുക, മാർക്ക് ചെയ്യുക. ഒന്നുകൂടെ പറയാം. വാട്ട് ഈസ് മെൻ ബൈ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ? വാട്ട് ഈസ് മെൻ ബൈ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ?
The law of variable proportion states that, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ഇല്ല, അതുകൊണ്ടൊന്ന് എഴുതി വയ്ക്കാം. The law of variable proportion states that if one factor is used more and more, if one factor is used more and more, keeping other factors are remain constant, keeping other factors are remain constant, the total output will be increasing, the total output will be increasing at an increasing rate, at an increasing rate in the beginning, and then at a diminishing rate, and then diminishing rate, and eventually decreases absolutely. അപ്പോൾ ഇത്രയും ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് മോർ ആൻഡ് മോർ, അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഫാക്ടർ, അതായത് ഒന്ന് ലേബർ ആവാം, ആ ലേബർ ഒരാൾ പണിയെടുക്കുന്നിടത്ത് 2 ആളെ വെച്ചു, പിന്നെ 3 ആളെ വെച്ചു, അങ്ങനെയാണ് നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ ആളുകളെയും നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂട്ടും തോറും അവിടെ പറയുന്നത് എന്താ, വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് മോർ ആൻഡ് മോർ കീപ്പിംഗ് ദ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്, മറ്റെല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ഒരു ഫാക്ടർ മാത്രം വാരി ചെയ്യുകയും ദ ടോട്ടൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്, ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഒരു ഇൻക്രീസിങ് റേറ്റിലാണ് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റേറ്റ് ഇൻ ദ ബിഗിനിങ് ആൻഡ് ദെൻ ഡിമിനിഷിങ് റേറ്റ്, മാത്രമല്ല പിന്നീട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസ് മാത്രമേ കാണുന്നുള്ളൂ. ഇവഞ്ച്വലി ഡിക്രീസസ് ആബ്സലൂട്ട്ലി. ആദ്യം ഒരു ഇൻപുട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വളരെ വേഗത്തിൽ കൂടിയതായിട്ട് തോന്നും. പിന്നെയും നമ്മൾ ഇൻപുട്ട് കൂട്ടും തോറും ഇൻപുട്ട് കൂടുന്നുണ്ടെങ്കിലും ആദ്യം കൂടിയത് അത്രയ്ക്ക് ഉള്ള ഒരു ഇൻക്രീസ് കാണുന്നില്ല, ഒരു ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസേ കാണുന്നുള്ളൂ. പിന്നീട് അത് എന്തായിട്ട് മാറുകയും ചെയ്യും, ഇവഞ്ച്വലി ഡിക്രീസസ് ആബ്സലൂട്ട്ലി, പിന്നീട് അത് ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു 3, 4 നമുക്കിപ്പോൾ 2 ഫാക്ടറാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു ഫാക്ടർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു ഇൻപുട്ട് കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു അഗ്രികൾച്ചറൽ സെക്ഷനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതായത് ഒരു 20 സെൻറ്റ് ഭൂമി എടുത്തിട്ട് അവിടെ പണിയെടുക്കുന്ന ശ്രദ്ധിച്ച് നോക്കാം. ആ പണിയെടുക്കുന്നിടത്ത് നമുക്ക് ആദ്യം ഒരാളെ വെച്ച് പണിയെടുപ്പിച്ച് നോക്കി. അപ്പോൾ നമുക്ക് തോന്നി ഇത് ലാഭകരമല്ല, റിസൾട്ട് ഇല്ല, നമുക്ക് 2 ആളെ വെച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ 2 ആളെ വെച്ച് നോക്കി, അപ്പോൾ വളരെ പെട്ടെന്ന് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. 3 ആളെ വെച്ച് നോക്കി, ഒന്നുകൂടെ റിസൾട്ട് കൂടുന്നതായിട്ട് കണ്ടു. 4, 5 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ അത്ര ഒരു ഇൻക്രീസ് കാണുന്നില്ല. 7, 8, 9, 10ലേക്കൊക്കെ നമ്മൾ ലേബർ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പണിയെടുക്കാൻ പോലുള്ള ഏരിയ അത് ഇല്ലാതെ വരുന്നു. അപ്പോൾ ഒരു ഇൻപുട്ട് ഫാക്ടർ കൂട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ടെന്ന് അർത്ഥം. ഒരു ഇൻപുട്ട് ഫാക്ടർ എന്ത് ചെയ്യുന്നു, കൂട്ടി ഒരു പരിധി വരെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഡിക്രീസ്, ആദ്യം വളരെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും ഇൻപുട്ട് കൂടുന്തോറും, പിന്നെ അത് ഡിക്രീസ് ചെയ്യും, പിന്നീട് അതൊരു ആബ്സലൂട്ട് ഡിക്രീസ് ആയിട്ട് അത് മാറുകയും ചെയ്യും. ഈ പറയുന്ന ലോയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയേ ചിന്തിക്കേണ്ടതുള്ളൂ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നതിലെ അതിൻ്റെ മീനിങ് ഒരു നിയമമാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, കണ്ടോ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ടിൻ്റെ ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ മാറ്റി ഒന്ന് കൂട്ടുകയും ഒന്ന് കുറയും, അങ്ങനെ ഒരു വേരിയബിൾ പ്രൊപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകാവുന്ന വേരിയേഷൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഷോസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ വൈൽ കീപ്പിംഗ് ദ അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒരു ഇൻപുട്ട് ഫാക്ടർ വേരിയബിളും മറ്റെല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യാന്നുള്ളതാണ്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഷോസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ ഇൻപുട്ട് ഫാക്ടർ വേരിയബിൾ വൈൽ കീപ്പിംഗ് ദ അതർ ഇൻപുട്ട് ഫാക്ടേഴ്സ് കോൺസ്റ്റൻറ്റ്. താഴെ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് മോർ ആൻഡ് മോർ, ഒരു ഫാക്ടർ തന്നെ കൂടുതൽ ഉപയോഗിക്കും തോറും, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് വൺ ഫാക്ടർ ഈസ് യൂസ്ഡ് മോർ ആൻഡ് മോർ വൈൽ കീപ്പിംഗ് ദ അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ്, the total output will increase at an increasing rate in the beginning and then at a diminishing rate and eventually decreases absolutely. Then according to K.E. Boulding, as we increase the quantity of any one input which is combined with a fixed quantity of the other input, the marginal physical productivity of variable input must eventually decline.
ദെൻ ഇവിടെ സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കാം. Suppose all input like plant and machinery, building etc. of a firm are fixed while only the labor service is variable. നമുക്കൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇതെല്ലാം ഫിക്സഡ് ആണ്. എന്നാൽ അവിടെ ലേബർ മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്. ദിസ് മീൻസ് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻപുട്ട് ഈസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചേഞ്ചസ് ഇൻ എമൗണ്ട് ഓഫ് ലേബർ. അതായത് ഏതാണ് വേരി ചെയ്യാൻ പറ്റാവുന്നത്? ലാൻഡ് കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് ആണ്, മാറില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇതെല്ലാം ഫിക്സഡ് ഫാക്ടേഴ്സാണ്. അപ്പോൾ വേരിയബിൾ ഫാക്ടേഴ്സ് എന്താ? വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലേബർ, മെറ്റീരിയൽസ് ഒക്കെ വേരിയബിൾ ഫാക്ടേഴ്സാണ്. അപ്പോൾ അവിടെ വൺ ഓഫ് ദി ഫാക്ടറാണ് നമ്മളവിടെ ഏത് കൺസിഡർ ചെയ്യുന്നത്? ലേബർ എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. അവിടെ ലേബർ നമ്മളെടുത്തു. സപ്പോസ് ഓൾ ഇൻപുട്ട് ലൈക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ് എക്സെട്ര ഓഫ് എ ഫേം ആർ ഫിക്സഡ് വൈൽ ഓൺലി ദ ലേബർ സർവീസസ് വാരി. ദിസ് മീൻസ് ദറ്റ് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് ഈസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചേഞ്ചസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലേബർ. When the firm changes the amount of labor, the proportion between variable factor and fixed factor will change. As the firm keeps on changing this proportion by changing the amount of labor, it experiences the law of variable proportion. For example, there are 10 acres of land and 1 labor. The land and labor ratio is equal to 10:1. If labor is increases into 1 to 2, labor ratio is 10:2, that is 5:1. Thus, the law shows the effect of changes in factor proportion on the quantity of output. That is why the law is called as law of variable proportion. The law of variable proportion is also known as law of proportionality, law of diminishing returns or law of non-proportional output. അതായത് ഒരു 10 ഏക്കർ ഭൂമിയിലെ ഒരു ലേബർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നോക്കി വീണ്ടും 10 ഏക്കർ ഭൂമിയിൽ 2 പേരെ വർക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നമുക്ക് 10:1 എന്ന് പറയുന്നതാണ് റേഷ്യോ വന്നിരിക്കുന്നത്. 10:1. ഇവിടെ നമുക്ക് 5 ഇവിടെ 10:1 ആണെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും അത് 5:1 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് മാറുകയാണ്. ഇവിടെ എന്ത് മാറുന്നുണ്ട്? പ്രൊപ്പോർഷൻ വാരി ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ലേബർ എന്ന് പറയുന്ന വേരിയബിൾ മാത്രമാണ് നമ്മൾ കൂട്ടി കൊടുക്കുന്നത്. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇത് ലാൻഡും ഇത് ലേബറും ആണ്. ലാൻഡ് എന്ന് പറയുന്നത് 10 acres ഓഫ് ലാൻഡ്, അവിടെ പണിയെടുക്കുന്നത് ഒരാൾ മാത്രമാണ്. അപ്പോൾ 10 acres ഓഫ് ലാൻഡ് ദെൻ 1 എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷൻ വരുന്നത് 10:1 എന്ന് പറയുന്നതാണ് അവിടെ പ്രൊപ്പോർഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പകരം എന്തായാലും ലാൻഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റില്ല. ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ വേരി ചെയ്യാൻ പറ്റാവുന്ന ഫാക്ടർ ഏതാ? ലേബർ എന്ന് പറയുന്നതാണ് വേരിയബിൾ ഫാക്ടർ. ആ ലേബർ എന്ന് പറയുന്ന ഫാക്ടറിനെ 1 എന്നുള്ളത് 2 ആയിട്ട് നമ്മൾ മാറ്റി, ഒരാൾ എന്നുള്ളത് 2 ആളായിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. ദെൻ 10:1 എന്നുള്ളത് 10:2 ആയി. ദെൻ പ്രൊപ്പോർഷൻ 10:1 എന്നുള്ളത് എത്രയായിട്ട് മാറി? അതിൻ്റെ പ്രൊപ്പോർഷൻ 5:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലേക്ക് അത് മാറി. അപ്പോൾ തന്നെ ആ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെന്താ പറയുന്നത്? വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയാനുള്ള? വേരിയബിൾ പ്രൊപ്പോർഷൻ. കണ്ടോ, 10:1 എന്ന് പറയുന്ന ആ പ്രൊപ്പോർഷൻ വാരി ചെയ്ത് അതെന്തായിട്ട് മാറി? 5:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനായിട്ട് മാറി. ഈ 5:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ എഴുതുമ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഇത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനാണ്. ദെൻ ഇവിടെ നമ്മൾ ഇതിനെന്ത് പറയുന്നു? ഡിമിനിഷിങ് റിട്ടേൺസ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഒന്നുകിൽ ഈ ലോനെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നോ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാം. അല്ലെങ്കിൽ ഇതിനെന്തെന്ന് പറയാം? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 3 തരത്തിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എഴുതേണ്ടത് ഇതാണ്: ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കണ്ടോ, ലോ ഓഫ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ. ഇത് 3 പേരിലും ഏതറിയപ്പെടും? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അറിയപ്പെടും. ഇനി നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു ഇൻപുട്ടിൽ മാത്രം ചേഞ്ച് വരുത്തിയാൽ ഉണ്ടാകാവുന്ന ഇഫക്റ്റ് എന്താണ്? അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടാകാവുന്ന മാറ്റം, ആവറേജ് പ്രൊഡക്റ്റിലുണ്ടാവുന്ന മാറ്റം, മാർജിനൽ പ്രൊഡക്റ്റിലുണ്ടാവുന്ന മാറ്റം. അപ്പോൾ നമുക്കത് ഒരു ടേബിൾ വരച്ചിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എത്രമാത്രം ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് നോക്കാം. ഞാൻ അവിടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ നമ്പർ ഓഫ് വർക്കേഴ്സ് കണ്ടോ, ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ്. ദെൻ TPP ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ദെൻ നെക്സ്റ്റ് APP ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്. MPP മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് നമുക്കറിയാം, ഒരു പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് നമ്പർ ഓഫ് വർക്കേഴ്സ് മാത്രം എടുക്കാനുള്ള കാരണം ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്: ടോട്ടൽ പ്രോഡക്റ്റ്,
average physical product, marginal physical product, total physical product, average physical product, marginal physical product. ഈ നമ്പർ ഓഫ് വർക്കേഴ്സ് മാത്രം കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താണ്? ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ നമ്പർ ഓഫ് വർക്കേഴ്സ്, ലേബേഴ്സ് എന്ന് പറയുന്നത് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? നമ്പർ ഓഫ് വർക്കേഴ്സ് എന്നുള്ളതാണ്. നമ്പർ ഓഫ് വർക്കേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9. അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ്, ലാൻഡും അതേപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം ഫിക്സഡാണ്. അവിടെ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഏത് മാത്രമാണ് വാരി ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ, ലേബർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് മാത്രം നമ്മൾ കൂട്ടി നോക്കുകയാണ്. ഈ ലേബർ ഒരാളുടെ അടുത്ത് 2 ആൾ വെച്ച് നോക്കും, 3 ആൾ വെച്ച് നോക്കും, 4 ആൾ വെച്ച് നോക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമോ, ആവറേജ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമോ, മാർജിനൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമോ എന്നുള്ളതാണ്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ടോട്ടൽ പ്രൊഡക്ഷനിലെ 10, 24, 39, 56, 70, then 78, 84, 84, 84, 81. Then average productionലെ average production വെച്ചാൽ 10/1 10, 24 divided by 2 12, 39 divided by 3 13, 56 divided by 4 14, 70 divided by 5 14, then 78 divided by 6, that is 13, 13, 12, 10.14, 14, 13, 12, 10.5, 9. മാർജിനൽ പ്രൊഡക്ഷനിലെ എത്ര മാത്രമാണ്? ആദ്യത്തിൽ 10, 24 minus 10, that is 14, 39 minus 24, that is 15, then 17, 14, 8, 6, 0, 10, 14, 15, 17, 14, 8, 6, 0, -3. ഇവിടെ നോക്കാം. Then in the above table we can see that both the average and marginal product is increases at the first and decline. Average product is the product for 1 unit of labor. It is calculated by dividing the total product divided by number of workers. Marginal product is the additional product resulting from additional labor. ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് നോക്കാം. അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് നോക്കി. ആദ്യം ഒരാളായിരുന്നു, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, 6, 7, 8, 9. ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടി നോക്കി. ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടും തോറും ഒരാൾ പണിയെടുക്കുന്ന സമയത്ത് 10 യൂണിറ്റ് പ്രൊഡക്ഷൻ നടന്നിരുന്നു. 2 ആളായിട്ട് പണിയെടുക്കാൻ വന്നപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ഒന്നുകൂടെ കൂടി. എത്രയായിട്ട് മാറി? പ്രൊഡക്ഷൻ കൂടി. 2 പേര് പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ 24 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമതൊരാൾ കൂടെ നമ്മൾ ഇൻപുട്ട്, അപ്പോൾ 1 ഇൻപുട്ട് ഇൻക്രീസസ്. കണ്ടോ, 1 ഇൻപുട്ട് യൂസസ് മോർ ആൻഡ് മോർ. ഒരു ഇൻപുട്ട് കൂടുതൽ ഉപയോഗിക്കും തോറും ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകാവുന്ന വ്യത്യാസം എന്താണ്? ഇതാണ് ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ഒരാളായപ്പോൾ 10, 2ആയപ്പോൾ 24 യൂണിറ്റായി, 3ആയപ്പോൾ 39 യൂണിറ്റായി, 4ആയപ്പോൾ 56 യൂണിറ്റായി. ഓരോ ആളുകളുടെ എണ്ണം കൂടും തോറും ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ? ദെൻ ഫിഫ്ത്ത്, അഞ്ചാമതൊരാൾ കൂടെ ഔട്ട്പുട്ട് 70ആയി, പിന്നെ നോക്കിയപ്പോൾ 78, പിന്നെ നോക്കിയപ്പോൾ 84, പിന്നെ 8ആമതൊരാളെ കൂടെ വെച്ചപ്പോഴും പിന്നെ കൂടുന്നില്ല. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് കൂടുന്നുണ്ടെങ്കിൽ പോലും ആദ്യത്തെ കേസിലുണ്ടായേക്കാവുന്ന കൂടുതൽ 10-ന്ന് 24 14 യൂണിറ്റ് വ്യത്യാസം വന്നു, പിന്നെ 15 യൂണിറ്റ് വ്യത്യാസം വന്നു, പിന്നെ 17 യൂണിറ്റ് വ്യത്യാസം വന്നു, പിന്നെ നോക്കുമ്പോൾ 14, 8,
8, 6 എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഇൻക്രീസിങ് മാത്രമാണ് ടോട്ടൽ ഔട്ട്പുട്ടിൽ കാണുന്നുള്ളൂ. ഇവിടെ വരുമ്പോഴേക്കും 8ാമതൊരാളെ വെച്ചപ്പോഴും അവിടെ എന്തില്ല, കൂടുതൽ ഔട്ട്പുട്ട് വരുന്നില്ല, സെയിം ഔട്ട്പുട്ടിലേക്ക് വന്നു, അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് ഇല്ലേ, ഇവിടെ വരുമ്പോഴേക്കും അത് എന്തായിട്ട് മാറി, കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അതെന്തായി, ഡിക്രീസിങ് റിട്ടേൺസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസും, സെക്കൻഡ് സ്റ്റേജിൽ കോൺസ്റ്റൻ്റ് റിട്ടേൺസും, തേർഡ് സ്റ്റേജിൽ ഡിക്രീസിങ് റിട്ടേൺസുമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ എഴുതി വയ്ക്കുക 3 പോയിൻറ്റ്. വാട്ട് ഈസ് മീൻ ബൈ TPP? This is TPP means total product. That means this is quantity of output of a firm obtained in total from a given quantity of input. അതായത് quantity of output of a firm obtains in total from a given quantity of input. ഇത്ര യൂണിറ്റ് ഇൻപുട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴോ, ആവറേജ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, നമ്പർ ഓഫ് ഇൻപുട്ട്. എന്താ പറയുക, ടോട്ടൽ ഔട്ട്പുട്ട് TP ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, TP ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്. മാർജിനൽ പ്രോഡക്റ്റിൽ എന്താ പറയുക, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ദ അഡീഷണൽ പ്രോഡക്റ്റ് റിസൾട്ടിങ് ഫ്രം ആൻ അഡീഷണൽ ഇൻപുട്ട്, അഡീഷണൽ പ്രോഡക്റ്റ് റിസൾട്ടിങ് ഫ്രം എ അഡീഷണൽ ഇൻപുട്ട്, അഡീഷണൽ ഔട്ട്പുട്ട് റിസൾട്ടിങ് ഫ്രം ആൻ അഡീഷണൽ ഇൻപുട്ട്. ഒരു അഡീഷണൽ ഇൻപുട്ട് ഉപയോഗിക്കും തോറും അഡീഷണൽ ആയിട്ട് എത്രമാത്രം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ TPP, APP, MPP ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ദെൻ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസും, സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷിങ് റിട്ടേൺസും, തേർഡ് സ്റ്റേജിൽ നെഗറ്റീവ് റിട്ടേൺസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇത്രയും ഓരോ യൂണിറ്റ് കൂടുന്തോറും ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ദെൻ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും അതെന്തായി, APP എന്ന് പറയുമ്പോൾ ആവറേജ് പ്രോഡക്റ്റ് ആണ്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 10/1 10, 24 ഡിവൈഡഡ് ബൈ 2, ആവറേജ് എത്രയാണ് 12. 3 പേരെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ ഔട്ട്പുട്ട് 39 ആയി, 39 ഡിവൈഡഡ് ബൈ 3 13. ദെൻ 56 ഡിവൈഡഡ് ബൈ 4 ദറ്റ് ഈസ് 14. അതായത് ഒരാളെ വെച്ച് നോക്കിയപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ 10 യൂണിറ്റ് ആയിരുന്നു, രണ്ടാളെ വെച്ച് നോക്കിയപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ 12 യൂണിറ്റായി, മൂന്നാളെ വെച്ച് നോക്കിയപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ 13ആയി, 4 ആളെ വെച്ച് നോക്കിയപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ 14ആയി. അപ്പോൾ എല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തു, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തു, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആവറേജ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം 10 ആയിരുന്നു, പിന്നെ ഒരു യൂണിറ്റ് കൂടി വെച്ചപ്പോൾ എത്ര യൂണിറ്റ് കൂടി, ഒരാളെ കൂടി വെച്ചപ്പോൾ നമുക്ക് 14 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. വീണ്ടും ഒരാളെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ 15 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. നാലാമതൊരാളെ കൂടെ വെച്ചപ്പോൾ 17 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. അതായത് 24 - 10, 39 - 24, 56 - 39. അങ്ങനെ നമുക്ക് ഇവിടെയും എന്ത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണിത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കണേ, ഫസ്റ്റ് സ്റ്റേജിൽ TPP ഇൻക്രീസിങ്, APP ഇൻക്രീസിങ്, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസിങ്, MPP ഓൾസോ ഇൻക്രീസിങ്. ഇതെല്ലാം ഇൻക്രീസ് ചെയ്തു അല്ലേ കേട്ടോ. ദെൻ AP ഇൻക്രീസ്, TP ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസിങ്, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസിങ്, മാർജിൻ പ്രൊഡക്റ്റ് ഓൾസോ ഇൻക്രീസിങ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നപ്പോഴേക്കും, സെക്കൻഡ് സ്റ്റേജ് ഇതിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, ഇത് ഫസ്റ്റ് സ്റ്റേജും ദെൻ സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്താ പ്രത്യേകത ഉണ്ടായേക്കണേ, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഇൻപുട്ട് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. ഈ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ 5 യൂണിറ്റ്സ്, 6 യൂണിറ്റ്, 7 യൂണിറ്റ്, 8 യൂണിറ്റ്സ് ഓരോ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 5 യൂണിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ 70 ആയി, പിന്നെ 78 ആയി, 84 ആയി, 84 ആയി. ദെൻ അവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസാണ് കാണിക്കുന്നുള്ളൂ. കൂടുന്നുണ്ട് പക്ഷേ കാര്യമായിട്ട് കൂടുന്നില്ല, ഒരു ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ദെൻ ആവറേജ് പ്രൊഡക്ഷനിലോ, ആവറേജ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, ആവറേജ് പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്ഷനും ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ് അറ്റ് ഡിമിനിഷൻ റേറ്റ് ടിൽ റീച്ച് ദ മാക്സിമം അറ്റ് ദ പോയിന്റ് ഓഫ് എൻഡ് സ്റ്റേജ്. ഒരു ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസേ കാണിക്കുന്നുള്ളൂ.
both AP and MP diminishing but are positive at the end of the second stage. MP become 0. MP 0 when the TP is at a maximum. AP shows steady decline through this stage. As both AP MP declines, this stage is known as stage of diminishing return. Second stage നമ്മൾ എന്തെന്നാ പറയുക, ഇതിനെ ഇൻക്രീസിങ് റിട്ടേൺ എന്നും increasing returns. Then second stage TP increasing, AP and MP decreasing. Now TP increase ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ TP increasing at a diminishing rate. Diminishing rate ഇൻക്രീസിങ് ആദ്യത്തെ പോലെ കൂടുതൽ ഇൻക്രീസിങ് കാണിക്കുന്നില്ല, ഒരു ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസിങ് മാത്രമാണ് സെക്കൻഡ് സ്റ്റേജിൽ കാണിക്കുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേജിൽ TP ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. AP ആൻഡ് MP ഓൾസോ ഡിക്രീസസ്. APയും MPയും അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സ്റ്റേജിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിമിനിഷിങ് റിട്ടേൺസ്. സെക്കൻഡ് സ്റ്റേജ് diminishing returns. Then third stage negative returns. ഈ തേർഡ് സ്റ്റേജ് എത്തുമ്പോഴേക്കും എന്തൊക്കെ കുറയുന്നുണ്ട്, 9ാമത്തെ ആളെ കൂടെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ TP ഡിക്രീസിങ്, AP ഡിക്രീസിങ്, then MP will become negative. അപ്പോൾ TP ഡിക്രീസിങ്, MP ഡിക്രീസിങ് ആൻഡ് ഓൾസോ TP decreasing, AP decreasing, MP also decreasing, and it also provides negative returns. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിൽ കൂടെ നമുക്കത് നോക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞാനിത് മാറ്റുന്നതിന് മുൻപ് തന്നെ. എന്താണ്? Then first one is what is meant by law of variable proportion. Law of variable proportion. ഇതിൻ്റെ അർത്ഥം തന്നെ ഞാൻ പറഞ്ഞു, law of variable proportion. ഇൻപുട്ട് പ്രൊപ്പോർഷൻ വേരി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെന്തെന്ന് പറയാനുള്ള കാരണം, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാനുള്ള കാരണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് if one factor is used more and more, if one input factor is used more and more, other factors are remain constant, the total output will increasing at an increasing rate at the beginning, then at a diminishing rate and eventually decreases absolutely. അതായത് ടോട്ടൽ ഔട്ട്പുട്ടിൽ ആദ്യം ഇൻക്രീസ് ചെയ്യുകയും പിന്നീട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഡിമിനിഷിങ് റേറ്റിലുള്ള ഇൻക്രീസേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം അത് എന്തായിട്ട് മാറുകയാണ്? ഡിക്രീസിങ് ആബ്സല്യൂട്ട്ലി, മുഴുവനായിട്ടും അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറയുന്ന ലോയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് വേരിയബിൾ വാരി ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഷോർട്ട് റണ്ണിൽ ഒരു വേരിയബിൾ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് എന്തെന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാം, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയാം, അതേസമയം ലോ ഓഫ് ഷോർട്ട് റൺ എന്ന് പറയാം. 3 തരത്തിലാണ് പറയാം. ഒന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് ലോ ഓഫ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ്, ലോ ഓഫ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദെൻ ഇത് ഒരു ചാർട്ട് രൂപത്തിലാണ് നമുക്ക് ആദ്യം ഒരു ടേബിൾ പ്രസൻറ്റേഷനിലാണ് കാണിച്ചിരിക്കുന്നത്. ടേബിൾ പ്രസൻറ്റേഷനിൽ ഇവിടെ ലേബർ എന്ന് പറയുന്ന ഇൻപുട്ട് മാത്രം ഇൻപുട്ട് വാരിയേഴ്സ് കണ്ടോ, ലേബർ എന്ന് പറയുന്ന ഇൻപുട്ട് മാത്രം കൂട്ടി നോക്കി. ആദ്യം ടോട്ടൽ പ്രൊഡക്ഷൻ കൂടി, ആവറേജ് പ്രൊഡക്ഷൻ കൂടി, മാർജിനൽ പ്രൊഡക്ഷൻ കൂടി. ഇത് കൂടി വരുന്ന ഈ സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു, പിന്നെയൊക്കെ കുറയാം. ദെൻ ഈ സ്റ്റേജിനെ ഫസ്റ്റ് സ്റ്റേജ് എന്നും, പിന്നീട് ഇതിനെ നെഗറ്റീവ് റിട്ടേൺസിലേക്ക് പോകുമ്പോൾ ഇതിന് തേർഡ് സ്റ്റേജ് എന്നും, ഇതിനെ ഡിക്രീസിങ് റിട്ടേൺസ് എന്നും പറയുന്നു. അപ്പോൾ ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ TP ഇൻക്രീസിങ്, AP ഇൻക്രീസിങ്, MP ഇൻക്രീസിങ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മാർജിൻ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴും ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിമിനിഷിങ് എന്ന് പറയാം. സെക്കൻഡ് സ്റ്റേജിൽ TP ഇൻക്രീസിങ്, AP ഡിക്രീസിങ്, MP ഡിക്രീസിങ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആവറേജ് പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യുന്നുണ്ട്, മാർജിൻ പ്രൊഡക്റ്റും ഡിമിനിഷ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ടി പി ഡിക്രീസിങ്, എ പി ഡിക്രീസിങ്, എം പി ഡിക്രീസിങ്. ഫസ്റ്റ് സ്റ്റേജിന് ഇൻക്രീസിങ് റിട്ടേൺസ് എന്നും, സെക്കൻഡ് സ്റ്റേജിന് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നും, തേർഡ് സ്റ്റേജിന് നെഗറ്റീവ് റിട്ടേൺസ് എന്നും പറയുന്നു. എങ്ങനെയാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുക? ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ്. ദെൻ ഇത് തന്നെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കാമെന്നുണ്ട് വെച്ചാൽ ദ എക്സ്ട്രാ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ് അപ്ലൈയിങ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് വേരിയബിൾ. ദെൻ ഫസ്റ്റ് സ്റ്റേജിൽ പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലെ ഔട്ട്പുട്ടും അതേപോലെ തന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ്. ഇതേ ചാർട്ടിൻ്റെ തന്നെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? then output total output, number of workers hello, then number of workers. Then first stage TP, then second stage EP. നമ്മൾ ശരിക്കും ഗ്രാഫിൽ വരച്ച് നോക്കുകയാണെങ്കിൽ 1 2 3 4 കണ്ടോ, 1 2 3 4 5 6 7 8 9 ഇങ്ങനെ നോക്കാം. ഇവിടെ വരുമ്പോഴേക്കും ഇത് നോക്കാം, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിലെ ദെൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എ പി, ദെൻ ഓരോ സ്റ്റേജിനും ടി പി ഇതിന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കൊടുക്കാം, ഫസ്റ്റ് സ്റ്റേജ്. ദെൻ ഇവിടെ സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് കണ്ടോ. ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ ടി പി ഇൻക്രീസിങ്, എ പി ഇൻക്രീസിങ്, എം പി ഇൻക്രീസിങ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ ടി പി ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, എ പി ഡിക്രീസിങ്, എം പി ഡിക്രീസിങ്. തേർഡ് സ്റ്റേജിൽ വരുമ്പോഴേക്കും ടി പി ഡിക്രീസിങ്, എ പി ഡിക്രീസിങ്, ദെൻ എം പി വിൽ ബിക്കം നെഗറ്റീവ്. ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ഫസ്റ്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേജിലെല്ലാം നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺസാണ്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പറയുക, എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ ടി പി ഇൻക്രീസിങ്, എ പി ഇൻക്രീസിങ്, എം പി ഇൻക്രീസിങ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴേക്കും ടി പി ഇൻക്രീസിങ്, എ പി ഇൻക്രീസിങ്, എം പി ഇൻക്രീസിങ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റേജിൽ 3 ഇൻക്രീസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ടി പി ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, ടി പി ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, എ പി ഡിക്രീസിങ്, അതേസമയം എം പി ഡിക്രീസിങ്. ടി പി ഡിക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, എ പി ഡിക്രീസിങ്, എം പി ഡിക്രീസിങ്. ഈ സ്റ്റേജിനെയാണ് നമ്മൾ എന്താ പറയുക, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജിൽ ടി പി ഡിക്രീസിങ്, എ പി ഡിക്രീസിങ്, എം പി വിൽ ബിക്കം നെഗറ്റീവ്. ദെൻ ഈ രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ. ദെൻ ടോട്ടൽ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ് അറ്റ് ഡിമിനിഷിങ് റേറ്റ്. ഇതാണ് ഇതിൻ്റെ 3. അപ്പോൾ ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. സ്റ്റേജ് 1 ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ്. അറ്റ് ദിസ് കണ്ടിന്യൂസ് ടിൽ ദ എൻഡ് ഓഫ് ദി സ്റ്റേജ്.
TP increases, AP increases, MP increases, all are increasing. So first stage is also called as increasing returns. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജിന് ഇൻക്രീസിങ് റിട്ടേൺസ് എന്നും സെക്കൻഡ് സ്റ്റേജിലെ ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ് ബട്ട് എ ഡിമിനിഷിംഗ് റേറ്റ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം പോയിന്റ് അറ്റ് ദിസ് എൻഡ് ഓഫ് ദി സ്റ്റേജ്. Both AP and MP at diminishing but are positive. At the end of the second stage, MP become 0. MP is 0 when the TP is at the maximum. AP shows a steady decline throughout this stage. As both AP and MP declines, this stage is known as stage of diminishing return. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയാം. സെക്കൻഡ് സ്റ്റേജിനെ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നു. തേർഡ് സ്റ്റേജിൽ ഇൻ ദിസ് സ്റ്റേജ് TP declines, AP shows a steady decline but never becomes 0. MP becomes negative. It becomes below the x-axis. Hence, the third stage is also known as stage of negative returns. Then, according to classical economists, there were three laws of returns: law of increasing returns, law of constant returns, and law of diminishing returns. But the modern economists do not accept this. According to them, there are not three laws of production, but there is only one law of production. Law of variable proportion and its three stages. Clear, right? Assumptions of this law. ഇനി ഈ ലോയുടെ assumptions എന്താണെന്ന് നോക്കാം. First point is constant technology, uniform inputs, indivisibility of factors. എന്നൂടെ പറയാം. ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ ലോ അസംഷൻസിലെ? ടെക്നോളജി റിമെയിൻ കോൺസ്റ്റന്റ്, ഓൺലി വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ, ഓൾ ദി യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് ആർ ഹോമോജിനസ്, ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദ ഫാക്ടർ പ്രൊപ്പോർഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കെയിൽസ്, ദ ലോ ഓപ്പറേറ്റ് ഇൻ ദ ഷോർട്ട് റൺ. നമ്മുടെ ബുക്കിലുള്ള നോക്കാം. കോൺസ്റ്റന്റ് ടെക്നോളജിയിൽ പറയുന്നത് ദ ലോ അസ്യൂംസ് ദാറ്റ് ദ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. ഇഫ് ദ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഇംപ്രൂവ്സ്, ദ ഓപ്പറേഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ക്യാൻ ബി പോസ്റ്റ്പോൺ. The law of increasing returns will continue to operate if technology continuously improves. Constant technology ഇവിടെ പറയുന്നത് ടെക്നോളജിയിലോ മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആണ്. ഒരു വേരിയബിൾ മാത്രമാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? കോൺസ്റ്റൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നു. ഒരു ഇൻപുട്ട് ഫാക്ടർ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റിലെ യൂണിഫോം ഇൻപുട്സ് ആണ്. ദ ലോ അസ്യൂംസ് ദാറ്റ് ഓൾ ദ ഇൻപുട്ട് യൂസ്ഡ് ആർ ഐഡൻറ്റിക്കൽ. ഇഫ് ദ വേരിയസ് യൂണിറ്റ് ഓഫ് ഇൻപുട്സ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ, അഡീഷണൽ ഇൻപുട്ട് ആർ മോർ, ദ ലോ വിൽ നോട്ട് ഓപ്പറേറ്റ്. യൂണിഫോം ഇൻപുട്ട്. And then indivisibility of factors. The law assumes that the input are not divisible. Diminishing returns operate because the input are indivisible and therefore lead the increasing cost of diminishing returns. നമുക്ക് പറയുകയാണെങ്കിൽ ഇത് മാത്രമൊന്നുമല്ല, ഇനിയും നമുക്ക് അസംഷൻസ് ഓഫ് ലോ പറയാം. അതായത് ഒരു ഇൻപുട്ട് മാത്രം, ഓൺലി വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ, അതർ ഫാക്ടേഴ്സ് ആർ റിമെയിൻ കോൺസ്റ്റന്റ്. അതൊരു അസംഷനാണ്. ദെൻ ടെക്നോളജി റിമെയിൻ കോൺസ്റ്റന്റ്, ടെക്നോളജി എല്ലാം റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കേഴ്സ് പ്രൊഡക്ഷൻ ആണുള്ളൂ. ലോ ഓപ്പറേറ്റ് ഇൻ ദ ഷോർട്ട് റൺ, ഈ ഷോർട്ട് റണ്ണിലാണ് ഈ ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓൾ ദ യൂണിറ്റ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ ഹോമോജിനസ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ദ ഫാക്ടർ ഓഫ് പ്രൊപ്പോർഷൻ. ഈ ലോയിലെ ഫാക്ടർ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. 10:1 എന്ന് പറയുന്നത് പിന്നീട് അത് എന്തായിട്ട് മാറി? 5:1 എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറി. 10:1 എന്നുള്ളത് 5:1 എന്ന് പറയുന്ന രീതിയിലേക്ക് ഫാക്ടർ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ്. വൈ ഡസ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ്? എന്തുകൊണ്ടാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം? ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ദർ ഈസ് എ ലിമിറ്റ് ടു എ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ ഫാക്ടർ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ. ഇൻ അതർ വേർഡ്സ്, two factors are not perfect substitute. For example, in the construction of building, capital cannot substitute labor fully. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേ? അതായത് വൈ ഡസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ്? അതായത് ഇപ്പം നമ്മൾ പറയുന്നു ഒന്നിന് പകരം ലേബറിന് പകരം ക്യാപിറ്റൽ ഉപയോഗിക്കാം, പക്ഷെ ഒരു പരിധി വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ലേബറിന് പകരം ക്യാപിറ്റൽ ഉപയോഗിച്ച് 100% ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് അവിടെ പറയുന്ന ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഇൻപുട്സ് എല്ലാം തന്നെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഇൻപുട്സ് എല്ലാം തന്നെ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് അർത്ഥം. അവിടെ നമ്മൾ ദർ വിൽ ബി എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ ഫാക്ടർ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ.
Two factors are not perfect substitute. Then in the construction of building, capital cannot substitute labor fully. Capital പകരം മുഴുവനായിട്ട് നമുക്ക് ലേബർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. സെക്കൻഡ് പോയിന്റിലെ സ്കേഴ്സിറ്റി ഓഫ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ചില ഫാക്ടേഴ്സ് പ്രൊഡക്ഷനിൽ ഉണ്ടാകാവുന്ന സ്കേഴ്സിറ്റി. Output can be increased only by increasing the variable factors. In the short run, certain input factors like land and capital are scarce. This leads to diminishing margin productivity at the variable factors. The second point is scarcity of the factor of production. Factor of production ഉണ്ടാകാവുന്ന scarcity. Then third point is economies and diseconomies of scale. Internal and external economies of large scale production are available as production is expanded. Therefore, average cost goes on diminishing. When the production is expanded beyond the level, diseconomies will start entering into a production and the output will come down. ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് എക്കോണമി സ്റ്റേജാണ് നമുക്ക് കിട്ടുക. സെക്കൻഡ് ആകുമ്പോഴേക്കും അതെന്തായിട്ട് മാറി? ഡിസെക്കോണമീസ് ആയിട്ട് മാറും. ആണോ? അപ്പോൾ നിങ്ങളുടെ ബുക്കിലുള്ള പോയിൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. ഡിമിനിഷൻ റിട്ടേൺസ് എന്തുകൊണ്ടാണ്? വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാരണം ഇൻഡിവിസിബിലിറ്റി ഓഫ് ഇൻപുട്ട്. അതായത് ഫാക്ടറി ഇൻപുട്ട് ലൈക്ക് മെഷീനറി ആർ ഇൻഡിവിസിബിൾ. അതായത് മെഷീനറി ഒക്കെ അതുപോലെ തന്നെ യൂസ് ചെയ്യണം, ലാൻഡ് അതുപോലെ യൂസ് ചെയ്യണം. അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അത് പകരം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. ഒരു ഇൻപുട്ട് മാത്രമേ നമുക്കവിടെ കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുള്ളൂ. അതാണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഇൻപുട്ട്. എല്ലാ ഇൻപുട്സിനും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സ്കേഴ്സിറ്റി ഓഫ് ഫാക്ടേഴ്സ്. ചില ഫാക്ടേഴ്സ് സ്കേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കത് സാധ്യമല്ല. ഇൻ ദ ഷോർട്ട് റൺ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻക്രീസ് എ ഫിക്സഡ് ഇൻപുട്ട്. പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓൺലി ബൈ ഇൻക്രീസിംഗ് ദ വേരിയബിൾ ഇൻപുട്ട്. വെൻ ദ വേരിയബിൾ ഇൻപുട്ട് ആർ ഇൻക്രീസ്ഡ് വിത്ത് ദ ഫിക്സഡ് ഇൻപുട്ട് റിമെയിൻ കോൺസ്റ്റന്റ് റിട്ടേൺസ് ഓർ ഡിമിനിഷ്. Then third point, factors are not perfect substitute. Factors എല്ലാം തന്നെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഒന്നിന് പകരം വേറൊരു വേരിയബിൾ ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദ ലോ ഓഫ് ഇൻക്രീസ് റിട്ടേൺസ് ക്യാൻ ബി സസ്റ്റെയിൻഡ്. Returns will continue to increase, but in reality factors are imperfect substitute. When variable inputs are substituted for fixed input, returns diminishes. എന്താണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്? അതിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നോക്കിയിരിക്കണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. What is meant by law of production? Law of production the law of production shows the relationship between additional input and additional output. Additional inputഉം additional outputഉം തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് പ്രൊഡക്ഷൻ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലോ ഓഫ് പ്രൊഡക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദറ്റ് ഈസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷനും. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്നും ഏതിനെ പറയുന്നുണ്ട്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ പറയുന്നുണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിൾ അല്ല, ചേഞ്ച് ചെയ്യില്ല. ദെൻ അവിടെ ഒരു ഇൻപുട്ട് ഫാക്ടർ മാത്രമേ ചേഞ്ച് വരുത്തുകയും ബാക്കി എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും അതുമൂലം ഉണ്ടാക്കാവുന്ന റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ലോ ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുന്നത്. ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് ലാൻഡോ പ്ലാന്റിംഗ് മെഷീനറി ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ ഷോർട്ട് പീരീഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ലേബർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂട്ടി നോക്കാം, അത്ര മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റലിന് പകരം ഒരു പരിധി വരെ നമുക്ക് ലേബർ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൂട്ടും തോറും ഔട്ട്പുട്ടിൽ എത്രമാത്രം വ്യത്യാസം വരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻപുട്ട് കൂട്ടും തോറും ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, എന്നാൽ എ പിയും കൂടുന്നുണ്ട്, പിന്നെ എം പിയും, അതിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് വ്യക്തമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് യൂസ്ഡ് മോർ ആൻഡ് മോർ, if one input factor is used more and more, keeping other factors are remain constant, the total output will increase at an increasing rate in the beginning and then diminishing rate and eventually decreases absolutely. പിന്നീട് അത് പൂർണ്ണമായിട്ടും ഡിക്രീസ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. Law of variable proportion shows the input-output relationship or production function with one input factor variable while keeping other input factors are constant. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ഔട്ട്പുട്ട് എടുത്ത് വർക്കേഴ്സ് കൂട്ടി നോക്കി, അതിനെ 3 സ്റ്റേജസ് ആയിട്ട് തരംതിരിച്ചു.
ഫസ്റ്റ് സ്റ്റേജിന് ഇൻക്രീസിങ് റിട്ടേൺസ് എന്നും സെക്കൻഡ് സ്റ്റേജിന് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നും തേർഡ് സ്റ്റേജിന് നെഗറ്റീവ് റിട്ടേൺസ് എന്നും പറയുന്നു. ഓരോ സ്റ്റേജിലും എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേജ് ടി പി ഇൻക്രീസിങ്, എ പി ഇൻക്രീസിങ്, എം പി ഇൻക്രീസിങ്, ഓൾ ആർ ഇൻക്രീസിങ്, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻക്രീസിങ് റിട്ടേൺസ്. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോഴേക്കും ടി പി ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, എം പി ഡിക്രീസിങ്, എ പി ഡിക്രീസിങ്, സോ ദിസ് സ്റ്റേജ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിമിനിഷിങ് റിട്ടേൺസ്. തേർഡ് സ്റ്റേജിൽ ടി പി ഡിക്രീസിങ്, എ പി ഡിക്രീസിങ്, എം പി വിൽ ബിക്കം നെഗറ്റീവ്, സോ ദിസ് സ്റ്റേജ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് റിട്ടേൺസ്. അതും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.